ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ സൺടാൻ ആയിട്ടുള്ളവർക്കും ഇപ്പോൾ പിറ്റേ ദിവസം വല്ല മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനു മുന്നേ ട്രൈ ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് കോഫി പൗഡറാണ് ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിലെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഓറഞ്ച് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ഓറഞ്ച് പൗഡർ ഇല്ലാത്തവർക്ക് പയറുപൊടി അപ്ലൈ ചെയ്യാം, മുൾത്താണി മിട്ടി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ അതിലേക്ക് കുറച്ച് നിലത്ത് വീണു, കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം ഉപയോഗിക്കാം. ഇങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ഫുൾ മിക്സ് ചെയ്യണം. ഇനി നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ല രീതിക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യാം. എക്സസ് വരുന്ന എമൗണ്ട് നമുക്ക് എന്താക്കാം, കയ്യിൽ തേക്കാം. എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയും കാൽപാദമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സൺടാനൊക്കെ മാറുന്നതാണ്. എന്നെപ്പോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് കണ്ണിൻ്റെ അടിയിലും ചെയ്യാം കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ഉറങ്ങണം. 12 മണിക്ക് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. കൂടുതലും 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുന്നുണ്ടോയെന്ന് നമ്മൾ തന്നെ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. സ്കിൻ കെയറിനേക്കാളും എല്ലാത്തിനും ഏറ്റവും ബെറ്റർ നമ്മൾ 8 മണിക്കൂർ 8 to 9 hours ഉറങ്ങുന്നതാണ്. അങ്ങനെ ഹെയറൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അങ്ങനെ ഞാൻ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാണ്. കാരണം നമ്മൾ ഫേസിൽ എന്താ അപ്ലൈ ചെയ്യണം അത് നമ്മൾ നെക്കിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മുഖം വേറെ കളറും നെക്കും ചെവിയും വേറെ കളറും. ഞാൻ ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ക്ലിയർ ആകുന്നില്ല എൻ്റെ ഫേസ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. മുന്നത്തേയിരുന്നു ബെറ്റർ. കുഴപ്പമില്ല. അങ്ങനെ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കരുത്. ഞാൻ കയ്യിലും കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡ്രൈ ആക്കാൻ പാടില്ല. അതിന് മുന്നേ നമ്മൾ വാഷ് ചെയ്യണം. അങ്ങനെ ഞാനത് വാഷ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നോക്കുക, എൻ്റെ ഫേസ് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡെർമാടച്ചിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓയിലി ഫീൽ ഇല്ല, ഒരു ഹെവിനെസ് ഇല്ല, നല്ല രീതിയിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ മുടി എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഞാൻ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചെവിയിലും. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യലും അത് ഞാൻ നെക്കിലും ചെവിയിലും അപ്ലൈ ചെയ്യും. കണ്ണിനടിയിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞാൻ വിചാരിച്ചു വെറുതെ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് ഡ്രയർ വെച്ച് ഒന്ന് ഉണക്കാം. അങ്ങനെ ഞാൻ ഡ്രയർ വെച്ച് ആക്കുകയാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ചുമ്മാ വെറുതെ കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ സൺഡേ ഒക്കെ? ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ അപ്ലോഡ് ആക്കുന്നത് മൺഡേ ആയിരിക്കും. പ്രത്യേകിച്ചൊന്നായിട്ടല്ല, ഞാൻ സൺഡേ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ആക്കി. അങ്ങനെ ഞാൻ ചോദിച്ചു മൺഡേ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെന്താ, നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.